പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി അല്പസമയത്തിനുള്ളിൽ കൊച്ചി CBI കോടതിയാണ് വിധി പറയുന്നത്. കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾ ഉൾപ്പെടെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരാണ് എത്തിയത്. കാത്തിരുന്ന ദിനമെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. ഒപ്പം നിൽക്കേണ്ട സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്ന് കൃപേഷിന്റെ പിതാവും പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കോടതി പരിസരത്ത് നിന്ന്. ജിജീഷ്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വിധി അത് 11 മണിയോടെ പുറത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 11:05 ആയിരിക്കുന്നു. വിധി പ്രസ്താവന തുടങ്ങിയോ? മറ്റ് വിവരങ്ങൾ? ദേവിക, കോടതി അല്പസമയത്തിനകം തന്നെ നടപടികളിലേക്ക് കടക്കും. അതിനുശേഷമാകും ആദ്യമാണോ ഈ ഒരു കേസ് പരിഗണിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്നാൽ ഏറ്റവും നിർണായകമായ ഒരു വിധി ദിനമായി ഇന്ന് മാറുന്നു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി ആസൂത്രിതമായി കൊലപ്പെടുത്തിയതിന്റെ അതുമായി ബന്ധപ്പെട്ട് ഏറെ വർഷങ്ങൾ 6 വർഷത്തിന് ശേഷമാണ് 2019 നടന്ന കൊലപാതകത്തിൽ 6 വർഷത്തിന് ശേഷമാണ് അന്തിമ വിധി CBI കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വാദങ്ങൾ, വിശദമായ വിസ്താരങ്ങൾ, വാദപ്രതിവാദങ്ങൾ, സാക്ഷിമൊഴികൾ, സാക്ഷികളുടെ വിസ്താരങ്ങൾ എല്ലാം തന്നെ അത്തരത്തിലെല്ലാം തന്നെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് കോടതി അന്തിമമായി തന്നെ വിധി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ കേസിനെ ശ്രദ്ധേയമാക്കുന്നത് എന്ന് പറയുന്നത് അതിലുള്ള പങ്കാളിത്തം തന്നെയാണ്. CPM നേതാക്കളുടെ പങ്കാളിത്തമാണ്. പ്രാദേശിക നേതാക്കൾ മുതൽ സംസ്ഥാന തലത്തിലുള്ള, ജില്ലാ തലത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ പങ്കാളികളായ ഒരു കേസ്. അത് നേരിട്ടും ഗൂഢാലോചനയിലും പ്രതികളെ രക്ഷപ്പെടുത്തിയതിലും അടക്കം 24 പ്രതികളാണ് കേസിൽ ആദ്യമുള്ളത്. ആദ്യം 14 പ്രതികളായിരുന്നു ഈ കേസിൽ. ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചത്. ആദ്യം 14 പ്രതികളായിരുന്നു ഈ കേസിൽ. ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചപ്പോഴെല്ലാം 14 പ്രതികളിലായിരുന്നു ഈ ഒരു പ്രതിപട്ടിക നിന്നിരുന്നത്. എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കാളികളായ കൂടുതൽ ആളുകളുണ്ട്. കൂടുതൽ ആളുകൾ അവരെ പുറത്തു കൊണ്ടുവരണമെന്നൊരു ആവശ്യവുമായി ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കൾ നിയമയുദ്ധം ആരംഭിക്കുന്നു. ഹൈക്കോടതിയിലായി നിയമയുദ്ധം എത്തുന്നു. ഹൈക്കോടതിയിൽ അവിടെയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ CBIയുടെ അന്വേഷണ പരിധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തും എന്നതുകൊണ്ട് തന്നെ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു നീണ്ട നിയമയുദ്ധത്തിന് ശേഷം സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു കേസ് എത്തുന്നു. സുപ്രീം കോടതിയിലും നടന്ന നിയമ യുദ്ധങ്ങൾക്ക് ശേഷം, നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം അന്തിമ വിധി CBI അന്വേഷണം എന്ന ആവശ്യത്തിന് അനുകൂലമായി ഉണ്ടാകുന്നു. അങ്ങനെ CBIയുടെ അന്വേഷണം വിശദമായി തന്നെ നടക്കുന്നു. ക്രൈംബ്രാഞ്ച് വിട്ടുകളഞ്ഞ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ പരിധിയിൽ ഇല്ലാതിരുന്ന വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് CBIയുടെ അന്വേഷണം നടക്കുകയും 10 പേർ കൂടി പ്രതിപട്ടികയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ആ 10 പേരിലാണ് മുൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CPMന്റെ പ്രധാനപ്പെട്ട നേതാവായ KV കുഞ്ഞിരാമൻ അടക്കം പ്രതിപട്ടികയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഈ കേസിൽ 14 പ്രതികളും കുറ്റക്കാരെന്ന വിധി പുറത്തേക്ക് വന്നിരിക്കുന്നു. ജിജീഷ് കരുണാകരൻ തുടരുന്നുണ്ട്. ജിജീഷ്, ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും പിതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ വളരെ വൈകാരികമായാണ് രാവിലെ മുതലേ പ്രതികരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ 14 പ്രതികളും കുറ്റക്കാർ ആണ് എന്നുള്ള വിധിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്, കോടതി പരിസരത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്, ഈ 14 പേരെയും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇനി ശിക്ഷ എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെന്താണ് നിർണായകമായ ശിക്ഷാവിധിയിലേക്ക് എത്തുന്നത് എന്ന ഒരു കാര്യം തന്നെയാണ് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾ കുറ്റക്കാരാണ് എന്ന ഓരോരുത്തരുടെയും കൃത്യങ്ങൾ, ഇതിലെ കേസിലെ പങ്കാളിത്തം എന്നിവയെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായി തന്നെയുള്ള ശിക്ഷാ വിധികളടക്കം ഉണ്ടാവുക. എന്നാൽ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ആ ഒരു കേസിൽ ഒരു വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നു. പ്രതികൾ അവർ കുറ്റക്കാരാണ് എന്ന് കോടതി അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. കൊലക്കുറ്റം തെളിഞ്ഞു. 14 പേരെ കുറ്റക്കാരാണ്. 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നിർണായകമായ ഒരു വിവരങ്ങൾ തന്നെയാണ്. കാരണം എന്ത് ആയിരിക്കും അന്തിമ വിധി എന്നത് തന്നെയായിരുന്നു രാഷ്ട്രീയ കേരളം പ്രധാനമായും ഉറ്റുനോക്കിയിരുന്നത്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ
ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്നതെല്ലാം തന്നെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, 2019 ഫെബ്രുവരി 17 കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണിപ്പോൾ വിധി പുറത്തേക്ക് വരുന്നത്. കേസിൽ 270 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ CBI യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത്. 2023 ഫെബ്രുവരി 2 കൊച്ചി CBI കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. 14 പേരായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 11 പേരെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് CBI കേസ് ഏറ്റെടുത്തതോടെയാണ് മറ്റ് 10 പേരെ കൂടി പ്രതി ചേർത്തത്. കൃത്യത്തിന് ഗൂഢാലോചന നടത്തിയത് കേന്ദ്രീകരിച്ചായിരുന്നു CBI അന്വേഷണം. യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരെ ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഉദുമ മുൻ MLA-യും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, CPM നേതാക്കളായ രാഘവൻ വെളുത്തോളി, N ബാലകൃഷ്ണൻ, ഭാസ്കരൻ വെളുത്തോളി എന്നിവർ കേസിലെ പ്രതികളാണ്. കേസിൽ വിധി പറയുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കല്ലിയോട്ട് പ്രദേശം ഉൾക്കൊള്ളുന്ന പെരിയ വില്ലേജിൽ പ്രകടനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 14 പ്രതികളും കുറ്റക്കാർ എന്ന വിധി പുറത്തേക്ക് വരികയാണ്. ജിജീഷ് കരുണാകരൻ തുടരുന്നുണ്ട്. ജിജീഷ്, നമുക്കറിയാം കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകം രാഷ്ട്രീയ കേരളം ഞെട്ടിയ ഒരു സംഭവം തന്നെയായിരുന്നു. വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു. അതിലിപ്പോൾ 14 പേരും കുറ്റക്കാരെന്നുള്ള വിധി പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ 10 പേരെ വെറുതെ വിട്ടു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ദേവിക, ഈ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയവരുടെ പേരുകളിലേക്ക് നമുക്ക് ഇപ്പോൾ പോവാം. മുൻ പെരിയ LC അംഗം പീതാംബരൻ 1-ാം പ്രതിയാണ് ഈ കേസിലെ. പീതാംബരനുണ്ടായിരുന്ന ഒരു വ്യക്തിവൈരാഗ്യമാണ് പിന്നീട് രാഷ്ട്രീയ വൈരാഗ്യമായും രാഷ്ട്രീയ കേരളം ഞെട്ടിയ കൊലപാതകമായും എല്ലാം തന്നെ മാറിയത്. പീതാംബരൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സജി C ജോർജ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ സജി C ജോർജിനെ സ്റ്റേഷനിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾക്കിടെ ആയിരുന്നു KV കുഞ്ഞിരാമൻ അടക്കം ഈ കേസിൽ പ്രതിപട്ടികയിലേക്ക് എത്തുന്നത്. K അനിൽകുമാർ പ്രതിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ജിജിൻ പ്രതിയാണ്. R ശ്രീരാഗ്, കുട്ടു എന്ന് വിളിക്കുന്ന അപ്പു, അശ്വിൻ, ഒപ്പം തന്നെ മണി എന്ന് വിളിപ്പേരുള്ള സുബീഷ്, A മുരളി, T രഞ്ജിത്ത്, K മണികണ്ഠൻ, അത് ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒപ്പം തന്നെ A സുരേന്ദ്രൻ, വിഷ്ണുസുര എന്ന വിളിപ്പേരുള്ള A സുരേന്ദ്രൻ, ഉദുമ KV കുഞ്ഞിരാമൻ മുൻ MLA ആണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. രാഘവൻ നായർ, രാഘവൻ വെളുത്തോളി മുൻ പാക്കം ലോക്കൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ KV ഭാസ്കരൻ. ഇത്രയും പേർ കുറ്റക്കാരാണ് എന്ന ഒരു കണ്ടെത്തൽ അവർക്ക് കേസിലുള്ള പങ്കാളിത്തം അടക്കം വിശദമായ വാദങ്ങൾക്ക് ശേഷം, വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അന്തിമമായി കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർ കുറ്റക്കാരാണ്. ഇനി എന്ത് ശിക്ഷാവിധിയിലേക്ക് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വ്യക്തമാകാനുള്ളത്. പീതാംബരനെതിരെ ഗൂഢാലോചന, കൊലപാതകം, ഗൂഢാലോചന, ആയുധ നിരോധന നിയമം അടക്കം 12 കുറ്റങ്ങൾ നിലനിൽക്കുന്നു. സജി C ജോർജിനെതിരെ, ഒപ്പം തന്നെ അബുവിനെതിരെ കൊലപാതകം, ഗൂഢാലോചന, ആയുധ നിയമം അടക്കം 12 കുറ്റങ്ങൾ നിലനിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ആദ്യത്തെ 8 പ്രതികൾക്കും ഈ ഒരു കുറ്റങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ കൃത്യങ്ങളായി പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ 1 മുതൽ 8 വരെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് വ്യക്തമായിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റു പ്രതികൾ. മുരളി 9-ാം പ്രതി, 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, 14-ാം പ്രതി K മണികണ്ഠൻ, 10-ാം പ്രതി T രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ അവർ കുറ്റക്കാരാണ് എന്ന ഒരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്തായിരിക്കും അവർ കുറ്റക്കാരാണ് എന്ന് വിധിച്ച ശേഷം ഇനി പ്രധാനമായും ശിക്ഷ എന്താക്കി എന്ന് ലഭിക്കും എന്നത് തന്നെ പ്രധാനമായും നോക്കുന്നു. സ്വാഭാവികമായും ഈ ഒരു നീതിക്കായുള്ള പോരാട്ടത്തിൽ ശരത് ലാലിനെയും കൃപേഷിനെയും കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിയമ പോരാട്ടങ്ങൾക്കുള്ള ഒരു വിജയം തന്നെയാണ് ഈ ഒരു കേസിൽ അവർ കുറ്റക്കാരാണ് ഇത്രയും പ്രതികൾ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു പ്രതികളുടെ കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വീണ്ടും ഒരുപക്ഷെ നിയമ പോരാട്ടങ്ങൾ, നിയമ പ്രശ്നങ്ങൾ എല്ലാം തന്നെ സങ്കീർണമായി നീങ്ങാനുള്ള ഒരു സാധ്യതയും അത്തരത്തിൽ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്രയും പ്രതികൾ കുറ്റക്കാരാണ് എന്ന് വ്യക്തമാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു കൃത്യം ഇതിലുള്ള പങ്കാളിത്തം, ഗൂഢാലോചനയിലുള്ള പങ്കാളിത്തം, നേരിട്ട് കൃത്യത്തിലുള്ള പങ്കാളിത്തം എല്ലാം തന്നെയാണ് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്.
യെസ്, അത് തന്നെയാണ്. 14 പേർ പ്രതികളാണ്, കുറ്റക്കാരാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എ പീതാംബരൻ, മുൻ പെരിയ LC അംഗം, സജി സി ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ, ജിജിൻ R ശ്രീരാഗ്, A അശ്വിൻ, സുബീഷ്, A മുരളി, T രഞ്ജിത്ത്, K മണികണ്ഠൻ, ഉദുമ മുൻ ഏരിയ സെക്രട്ടറി, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A സുരേന്ദ്രൻ, KV കുഞ്ഞിരാമൻ, അതോടൊപ്പം തന്നെ രാഘവൻ വെളുത്തോളി എന്നറിയപ്പെടുന്ന രാഘവൻ നായർ, KV ഭാസ്കരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ജിജീഷ്, നമുക്കറിയാം കുറ്റക്കാർ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ, കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്. അവർ ഈ ഒരു വിധിയിൽ തൃപ്തരാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവർ പൂർണ്ണമായും അവർക്ക് വിധിയോട് യോജിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് വിധി മാത്രമല്ല, ഈ ശിക്ഷ കൂടി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ കൃത്യമായ ഒരു മറുപടി അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ, അല്ലേ? തീർച്ചയായും ദേവിക, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ ഒരു നിയമ കേസിന്റെ വിധി പ്രഖ്യാപനം അടക്കം കേട്ടതിനു ശേഷം അവർ പുറത്തിറങ്ങുമ്പോൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കാരണം അവർ എല്ലാവരും തന്നെ, എല്ലാവരും കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം, ലഭിക്കേണ്ടതുണ്ട്. കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ, ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ ലഭിക്കാനുള്ള ഒരു നിയമ പോരാട്ടം തന്നെയാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യം അവർ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഉള്ളത് എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇതിനുശേഷം 14 പേർ കുറ്റക്കാരാണ് എന്ന് ഉള്ള ഒരു കണ്ടെത്തലിലേക്ക് കോടതി പോകുമ്പോൾ സ്വാഭാവികമായും അവരുടെ കുറ്റങ്ങൾ, കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്നു, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്നു, പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതടക്കമുള്ള കുറ്റങ്ങൾ അവിടെ KV കുഞ്ഞിരാമൻ അടക്കം തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. CPM-ന്റെ പ്രധാന ഭാരവാഹിത്വ 9-ാം പ്രതി മുരളി കുറ്റവിമുക്തനാണ് എന്ന വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നു. ആദ്യം ലഭിക്കുന്ന ഒരു പട്ടിക അനുസരിച്ചാണ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പട്ടികകൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ഇതിനിടയിലാണ് 9-ാം പ്രതി മുരളി കുറ്റവിമുക്തനാണ് എന്നൊരു കാര്യം കൂടി കോടതിയിൽ നിന്ന് തന്നെ സമാനമായി പുറത്തു വരികയും ചെയ്യുന്നത്.